നിറം ലേശം കുറവാണ് വാഹിദ. അത് ഈ ഫോട്ടോന്റെ ഉമ്മ. ഓ നല്ല മുടിയാ അല്ലേ റസിയ? മിനുവിന് നല്ല ചേർച്ചയാ. ഓൻ എന്താ പണി അസനാരെ? എന്താ പണിയുന്നാ ഇന്റെ ഉമ്മ? ഗൾഫിൽ ഇന്ന മീൻ ഇന്ന വില നിശ്ചയിക്കുന്ന ഓനല്ലേ? പല പല രാജ്യത്തിൽ നിന്ന് ഗൾഫിൽ മീൻ വരുന്നത് മസൂദിന്റെ അടുത്തേക്കാ. ഈ എന്താ ഒന്നും മുണ്ടാത്ത അമിന? മീശയില്ലാത്ത ആണുങ്ങളെ എന്തിനു കൊള്ളാം? മീശയില്ലെങ്കിൽ തോന്നെ കായുണ്ടല്ലോ. മീശയ്ക്ക് മീശ തന്നെ വേണം. ഈ പെണ്ണിനെന്താ പിടിച്ചില്ലേ? ഓക്ക് പിടിച്ചതുകൊണ്ടല്ലേ ഓള് കുറ്റം പറയണത്. പിന്നെ വിഷമം ഉണ്ടാവും. ഉമ്മുമ്മാനെ വീട്ടിൽ പോകേണ്ടി വരുമല്ലോ. ഒരു പ്രായം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് അന്യ വീട്ടിലേക്ക് പോയല്ലേ പറ്റുള്ളൂ. അസനാരെ, ഇപ്പൊ തന്നെ യൂസിനെ വിളിച്ച് സമ്മതാണെന്ന് പറഞ്ഞാളാ. മഷിത്തണ്ട് കൊണ്ട് സ്ലേറ്റ് മായ്ക്കും പോലെ മനസ്സിൽ നിന്ന് ആ മോഹം മായ്ച്ചു കളയാല്ലേ? എന്തിന്? 12ാണിലും 2 മതങ്ങളും കീരിയും പാമ്പോലെ ആയില്ലേ? നിലാവ് കത്തി ചാമ്പലായില്ലേ? അവൾക്കാണെങ്കിൽ ഗൾഫിൽ നിന്നൊരു പുയ്യാപ്പിള ഓക്കെ ആവുകയും ചെയ്തു. ഞാൻ ഈ കണ്ടീഷനിൽ എൻ്റെ മോഹം പോയി പറഞ്ഞാൽ ഈ നാട്ടിൽ എന്തായാലും ചോരപ്പുഴ ഒഴുകും. രമണ, മരണ ആണുങ്ങൾക്ക് ഒന്നേ ഉള്ളൂ. ഈ എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നാലും ഓളെ മോച്ചിട്ടാണ് ഈ സ്വന്തമാക്കണം. എനിക്കെത്ര പറയാനുള്ളൂ. എടോ, ഞങ്ങളൊക്കെ ഇല്ല എൻ്റെ കൂടെ. പിന്നെന്താ? ആദ്യം എൻ്റെ മനസ്സിലുള്ള ഓളോട് തുറന്നു പറ. നല്ല പിന്നെ ദേ ഒരു കാര്യം പറയാം. പരീക്ഷ കഴിഞ്ഞ് പോയാൽ പിന്നെ പറയണമെന്ന് വെച്ചാൽ ഒരു അവസരം കിട്ടില്ല കേട്ടോ. എടോ, സാധാരണ ഇത്ര സന്ദർഭങ്ങളിൽ ആത്മാർത്ഥ സുഹൃത്തുക്കൾ എന്തൊക്കെ പറയാം? ഒരു പെണ്ണിന് വേണ്ടി കളയാനുള്ളതല്ല എൻ്റെ ജീവിതം. ഓള് പോയാ പോട്ടെ, ഓള് പോയാൽ എനക്ക് അതിനേക്കാൾ ചെയ്തുള്ള വേറെ പെണ്ണിനെ കിട്ടും എന്നൊക്കെയല്ലേ? എടാ, അത് ആത്മാർത്ഥത അഭിനയിക്കുന്ന സുഹൃത്തുക്കൾ. അവരൊന്നും മുമ്പോട്ടുള്ള ജീവിതം കാണില്ല. ഈ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു 10-30 കൊല്ലം കഴിഞ്ഞ് ഈ ഷുഗറും കൊളസ്ട്രോളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോ തളർവാദം പിടിച്ചു കിടക്കണ കെട്ടുവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി വന്ന ഓൾ എന്നെ കണ്ടു നിൽക്കുക. ഓൾ എൻ്റെ അടുത്തേക്ക് ഓടി വരൂലേ? വരും. പഴയ കാര്യങ്ങൾ അയവർക്കില്ലേ? വർക്കും. അങ്ങനെ അയവിറക്കി മനസ്സുകൊണ്ട് ചെറുപ്പമാണ് ഒരു മുഹൂർത്തത്തില് തൊണ്ട ഇടറി ഓള് പറയാ, എന്റെ രമണേട്ട് ഒരു നോക്കുകൊണ്ടെങ്കിലും എന്നെ വിളിച്ചിരുന്നെങ്കിൽ എന്റെ ജീവിതം മുരടിച്ചു പോവില്ലായിരുന്നു. അന്ന് എനിക്കത് സഹിക്കാൻ പറ്റോ? എനിക്ക് പറ്റില്ല. രമണ, ഞാൻ എവിടെയൊക്കെ നോക്കി. ഒരു മിനിറ്റ് ഒന്ന് വരുമോ? ഇതേപോലത്തെ അവസരം എനിക്ക് കിട്ടൂല കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. എന്നെ എന്ത് ചെയ്യാൻ ഇയാളുടെ ഉദ്ദേശം? എന്താ? ഇയാൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് രണ്ടി പഠിക്കുമ്പോഴേ എനിക്ക് മനസ്സിലായി. എനിക്ക് ഇയാളെ ഇഷ്ടമാണെന്ന് ഇത്രയും പ്രായമായിട്ടും എന്താ മനസ്സിലാവാത്ത? എന്റെ നിക്കാഹ് തീരുമാനിച്ചു. അതിനു മുമ്പ് ഒരു പോംവഴി കണ്ടെത്തണം. നമ്മളിഷ്ടത്തിലാണെന്ന് നാട്ടിലറിഞ്ഞാൽ അതിന്റെ പേരിൽ 2 മതങ്ങൾ തമ്മിൽ വെട്ടും കൊലയും നടന്നു എന്ന് വരും. ചോരപ്പുഴ ഒഴുകും എന്ന് വിചാരിച്ച് രമണൻ പേടിച്ച് പിന്മാറിയാം അടിച്ച് കണ്ണു ഞാൻ പൊട്ടിക്കും. ചുമ്മാ എന്നെ ഇഷ്ടപ്പെടുന്ന ആളോടൊപ്പം ജീവിക്കാനാ എനിക്കിഷ്ടം പാട്ടുകാരാ. ബാക്കിയൊക്കെ നമ്മുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട്. സാറേ, എന്താ? പേടിക്കാനൊന്നുമില്ല. അതെന്തോ സർപ്രൈസിംഗ് ആയിട്ടുള്ള ന്യൂസ് കേട്ടപ്പോഴുള്ള ഷോക്കാണ്. ചിലർക്ക് അങ്ങനെ ഉണ്ടാവും. അല്ല സാറേ, എന്ത് ന്യൂസാണ്? അത് അയാൾ നോർമലാകുമ്പം ഇയാൾ ചോദിച്ചു നോക്ക്. അതെന്താ? ബോംബുണ്ടാക്കണ കാര്യമൊന്നുമില്ലല്ലോ ഇത്ര ആലോചിക്കാൻ. 2 പേർക്കും പരസ്പരം ഇഷ്ടമാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യും? രജിസ്റ്റർ മാരേജ്. അതായത് രാമൻകുട്ടിക്കും പറയാം. രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? രാമൻകുട്ടി ഉദ്ദേശിച്ചല്ല ഞാൻ ചോദിച്ചത്. ആമിനെ ഓൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയാൽ ഓളുടെ കൂട്ടക്കാർ എന്തായാലും ഓൻ്റെ വീടിന് തീരും. ഇനി വാടക വീട് എടുക്കാന്ന് വെച്ചാലോ
ഏത് വിഭാഗത്തിൽപ്പെട്ടവരെ വീഡിയോ എത്തിക്കാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഒളിച്ചോട്ടെ രക്ഷയുള്ളൂ. ഒളിച്ചോട്ട് ഗോൾഡ് ഫാഷൻ അല്ലേ? ഓൾഡ് ഇസ് ഗോൾഡ് എന്നാണല്ലോ. ഗോൾഡിന് വില കുറയാണോ? ഓണത്തിന്റെ ഇടയിലാണ് ഇയാളുടെ ഒരു എവിടേക്ക് എപ്പോ എങ്ങനെ ഒളിച്ചോടും? അല്ല, ഒളിച്ചോടാൻ ബസ് ചെന്നൈയാ. ബസ്സിനാണെങ്കിൽ ട്രെയിനാണെങ്കിലും ഒറ്റ രാത്രിന്റെ പ്രശ്നമുള്ളൂ. അതെ അതെ. ചെന്നൈ ചെന്നാൽ 10 ഉറുപ്പിക്കും 10 കോടി ഉറുപ്പിക്കും സുഖമായി ജീവിക്കാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഭാഷ പ്രശ്നമില്ലേ? ആർക്ക്? രമണന തമിഴ് പടത്തിന്റെ ഉസ്താദല്ലോ. പിന്നല്ലാണ്ട് അപ്പൊ ചെന്നൈ ഫിക്സ്. പ്രശ്നം തീർന്നില്ല. കോളേജ് കൂട്ടി നിലാവ് എത്തി. ഒളിച്ചോട്ടത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത ആര് എങ്ങനെ ആമിനെ ഇറക്കിക്കൊണ്ടുവരും? അതിനൊരൊറ്റ ആളുള്ളൂ. ആ ഗേറ്റിന്റെ മുന്നിൽ അവിടെ ചേട്ടൻ സുഖല്ലേട്ടെ ആമിന അകത്തിന്റെ കിട്ടുന്നില്ലല്ലോ. രണ്ടുപേര് പ്രേമലയുടെ ഫുൾ റിംഗ് പോയി കട്ടായി. ആമിന സ്വിച്ച് ഓഫ്. ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റൂല കേട്ടോ. ഫുൾ കാശ് പോവും. ഏട്ടാ ഇപ്പൊ വരും ഏട്ടാ. ഇപ്പൊ വരും എന്ന് പറഞ്ഞാല് 1/2 മിനിറ്റേ വണ്ടി എടുത്തുള്ളൂ. അതാ വന്നല്ലോ. നിങ്ങളെന്താ ഫോൺ എടുക്കാത്തത്? അത് ഞാൻ സനന്റെയൊക്കെ ബാഗിലിട്ടു. അപ്പൊ ആമിനെയോ? ആമിനെ ഫോൺ എടുക്കാൻ ഞാൻ സമ്മതിച്ചില്ല. കാരണം വെച്ചാൽ പോലീസുകാരെ അങ്ങനെ ടവർ ക്യാച്ച് ചെയ്തിട്ട് പിന്നാലെ വന്നാലോ. ഈ പ്രേമലതയുടെ ഒരു ബുദ്ധി. അങ്ങനെയാണെങ്കിൽ രമണന് ഫോൺ കൊണ്ടുപോണ്ട. കറക്റ്റ്. ഞാൻ എങ്ങനെയെങ്കിലും എന്റെ മേശ കൊണ്ട് വെച്ചോളാം. ഒരു പെൺകുട്ടി അന്വേഷിച്ച് കൂടെ വരിക. അന്യനാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ പ്രതിസന്ധികളുണ്ടാവും. അപ്പൊ ബോധം കിടാതെ അഭിമുഖീകരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യണം. നമ്മുടെ ലാലേട്ടനെ പോലെ. വാ, 1/2 മിനിറ്റ് വണ്ടി നിർത്തും. വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. രമണേട്ടിക്കും ധൈര്യമായിട്ടിരിക്കേ. ഓക്കെ ശരി. പ്രേമം ഒളിച്ചോട്ടം എല്ലാം വളരെ പെട്ടെന്നായി പോയി. ഇനി നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം. അതെ, റിലാക്സ്.